ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു നാട്ടുപ്രമാണിയുടെ കഥയാണ്. ഒരു പ്രദേശത്ത് ഒരു നാട്ടുപ്രമാണിയുണ്ട്. അവിടെ നാട്ടുപ്രമാണിമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ അതിലൊരാൾ നാട്ടുപ്രമാണിയോട് പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ നിങ്ങളെ വീട്ടിലെ കഴുതയെപ്പോലെ ഇരിക്കുന്നു. നാട്ടുപ്രമാണി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി കാര്യസ്ഥനോട് ചോദിച്ചു, ഇന്ന് മീറ്റിംഗിൽ വെച്ച് ഒരാൾ പറഞ്ഞു, എന്നെ കണ്ടാൽ നമ്മുടെ വീട്ടിലെ കഴുതയെപ്പോലുണ്ടെന്ന്. അത് ശരിയാണോ? കാര്യസ്ഥൻ പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. അങ്ങയോട് പറഞ്ഞാൽ അങ്ങ് ദേഷ്യപ്പെടുമോ എന്ന് കരുതി ഞാൻ പറയാതിരുന്നാണ്. ഉടനെ നാട്ടുപ്രമാണി കാര്യസ്ഥനോട് പറഞ്ഞു, ഹോ, ഇത്രയും ദിവസം നീ എന്നെ ഒരു കഴുതയെ പോലാണ് കണ്ടത് അല്ലേ? ഇനി നീ ഇവിടെ ജോലിക്ക് നിൽക്കേണ്ട. ഇന്ന് തന്നെ നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കാര്യസ്ഥൻ വളരെ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോയി. ഇതൊക്കെ കണ്ടുകൊണ്ട് തോട്ടക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. അടുത്ത ദിവസം തോട്ടക്കാരനോട് ചോദിച്ചു, എന്നെ കണ്ടാൽ കഴുതയെ പോലുണ്ടോ? തോട്ടക്കാരൻ പറഞ്ഞു, ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇത് അസൂയ കൊണ്ട് പറഞ്ഞതാണ്. അങ്ങ് എത്ര സുന്ദരനാണ്, അങ്ങേ കഴുതയെ പോലൊന്നുമില്ല. ഇത് കേട്ടതും നാട്ടുപ്രമാണി തോട്ടക്കാരനോട് പറഞ്ഞു, ഹോ, എന്നെ സുഖിപ്പിച്ച് എൻ്റെ കയ്യിലുള്ളതെല്ലാം നേടാനാണല്ലേ? അങ്ങനെ നീ എൻ്റെ കയ്യിലുള്ളതൊന്നും നേടണ്ട. നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നാളെ മുതൽ പുതിയൊരാളെ ഞാൻ തോട്ടക്കാരനായി നിയമിക്കാൻ പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് കാവൽക്കാരൻ എടുത്തു വന്നു. കാവൽക്കാരൻ നേരത്തെ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കാവൽക്കാരനോട് ചോദിച്ചു, എന്നെ കണ്ടാൽ നമ്മുടെ വീട്ടിലെ കഴുതയെ പോലുണ്ടോ? കാവൽക്കാരൻ ഉടനെ മറുപടി പറഞ്ഞു, അയ്യോ, ഞാനിവിടെ ജോലിക്ക് വരുമ്പോഴേ എനിക്ക് കണ്ണിന് വലിയ കാഴ്ചശക്തിയൊന്നുമില്ല. അങ്ങേയും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല, കഴുതയും ശരിക്കും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതിൽ അഭിപ്രായം പറയാം? എനിക്കിതിൽ ഒരഭിപ്രായവും പറയാൻ പറ്റില്ല. അങ്ങനോട് ക്ഷമിക്കണം. ഇത് കേട്ടതും നാട്ടുപ്രമാണി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. കാവൽക്കാരന് ജോലിയും ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക? ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ മൗനം ഭജിക്കുന്നതാണ് നല്ലത്. ബൈ.